സങ്കീർത്തനങ്ങൾ 30:12. ഞാൻ മൗനം പാലിക്കാതെ അങ്ങയെ പാടിപ്പുകഴ്ത്തും. ദൈവമായ കർത്താവേ, ഞാൻ അങ്ങേക്ക് നന്ദി പറയും. സ്നേഹമുള്ളവരെ, ഇസ്രായേൽ ജനം ശത്രുക്കളിൽ നിന്ന് വിജയം വരിച്ചപ്പോൾ അവർ ദൈവത്തിൻ്റെ സന്നിധിയിൽ വന്ന് മൗനം പാലിക്കാതെ ദൈവസന്നിധിയിൽ സങ്കീർത്തനങ്ങൾ ആലപിച്ച് ദൈവത്തിന് നന്ദി അർപ്പിച്ചു. 2 സാമുവേലിൻ്റെ പുസ്തകം 7-ാം അധ്യായത്തിൽ ദാവീദ് രാജാവ് ഒരുപാട് അനുഗ്രഹങ്ങൾ ജീവിതത്തിൽ നേടിയ ഇസ്രായേലിൻ്റെ ഏറ്റവും ശക്തനായ ഒരു രാജാവ്, വലിയ കൊട്ടാരം, ഒരുപാട് വിജയങ്ങൾ, ഒരുപാട് നേട്ടങ്ങൾ സ്വന്തമാക്കിയപ്പോൾ ഒരു ദിവസം ദൈവം ദാവീദിൻ്റെ അടുക്കലേക്ക് നാഥാൻ പ്രവാചകനെ അയക്കുന്നു. നാഥാൻ പ്രവാചകൻ കർത്താവിൻ്റെ ഒരു സന്ദേശവുമായി ദാവീദിൻ്റെ അടുക്കൽ വന്നു. ദാവീദിൻ്റെ ചെവിയിൽ പോയി ഒരേ ഒരു കാര്യം നാഥാൻ ദാവീദിനോട് പറഞ്ഞു: ആട്ടിടയനായിരുന്ന നിന്നെ ഇസ്രായേലിൻ്റെ അധിപനായി ഞാൻ ഉയർത്തി. ഈ വാക്കുകൾ കേട്ടപാടെ ദാവീദ് തൻ്റെ കൊട്ടാരത്തിൽ നിന്നിറങ്ങി ദൈവത്തിൻ്റെ സന്നിധിയിലുള്ള അവിടുത്തെ കൂടാരത്തിനുള്ളിൽ പ്രവേശിച്ച് ദൈവത്തിൻ്റെ മുമ്പിലിരുന്ന് ഇങ്ങനെ പറഞ്ഞു: കർത്താവായ ദൈവമേ, എന്നെ ഇത്രത്തോളം ഉയർത്താൻ ഞാനും എൻ്റെ കുടുംബവും എന്താകുന്നു? നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു നിമിഷം നമുക്ക് നോക്കാം. എണ്ണിയാൽ തീരാത്ത അനുഗ്രഹങ്ങൾ, എത്രയെത്ര അനുഗ്രഹങ്ങൾ കർത്താവ് നമുക്ക് നൽകി. ഇവയെല്ലാം ഓർത്ത് ഈ ദിവസം എല്ലാവരോടും ചേർന്ന് കർത്താവിന് നന്ദി പറഞ്ഞ് അവിടുത്തെ ആരാധിക്കാം. സങ്കീർത്തനം 103:2. എൻ്റെ ആത്മാവേ, കർത്താവിനെ വാഴ്ത്തുക, അവിടുന്ന് നൽകിയ അനുഗ്രഹം ഒന്നും നീ മറക്കരുത്. നമ്മുടെ ജീവിതത്തിൽ ദൈവം ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങളും ഓർത്തുകൊണ്ട് നന്ദിയോടെ കർത്താവിന് നമുക്ക് സ്തുതി പാടാം. എല്ലാ അനുഗ്രഹങ്ങളും ഓർത്ത് നമ്മുടെ ജീവിതം, കുടുംബം, നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥാ. എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥാ. എനിക്കായി ചെയ്തതിനെല്ലാം, എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും കൃപാനിധേ. അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും കൃപാ
യാചിക്കാത്ത നന്മകൾ പോലുമേ എനിക്കേകിയോനെ സ്തുതി. ഈശോയെ, യാചിക്കാത്ത നന്മകൾ പോലുമേ എനിക്കേകിയോനെ സ്തുതി. എല്ലാം ഓർത്ത് നന്ദി പറയുന്നു. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥാ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. ഈശോയെ, എന്നെ അങ്ങ് ഒത്തിരി അധികം വളർത്തി, ഒത്തിരി നേട്ടങ്ങൾ സമ്മാനിച്ചു, പല വിധത്തിൽ അങ്ങ് അനുഗ്രഹങ്ങൾ വർഷിച്ചു. എല്ലാം ഈ ദിവസം ഞാൻ ഓർക്കുന്നു. നന്ദിയുള്ള ഒരു ഹൃദയത്തോടുകൂടെ അങ്ങേ ഞാൻ പാടി സ്തുതിക്കുന്നു. സത്യദൈവത്തിൻ ഏകപുത്രനാം നിന്നിൽ വിശ്വസിക്കുന്നു ഞങ്ങൾ ഞാൻ. വിശ്വസിക്കുന്നു. സത്യദൈവത്തിൻ ഏകപുത്രനാം നിന്നിൽ വിശ്വസിക്കുന്നു ഞാൻ. വരും കാലമൊക്കെയും നിൻ കൃപാവരങ്ങൾ ചൊരിയുക എന്നിൽ. കൃപ നൽകണേ. വരും കാലമൊക്കെയും നിൻ കൃപാവരങ്ങൾ ചൊരിയുക എന്നിൽ. ഈശോ, നന്ദിയോടെ ഞാൻ സ്തുതി എല്ലാ പാടി അനുഗ്രഹങ്ങളെ ഓർത്ത് എൻ്റെ യേശുനാഥാ. എനിക്കായി ചെയ്തതെല്ലാം ഓർത്ത് എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും കൃപാനിധേ. അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും കൃപാനിധേ. യാചിക്കാത്ത നന്മകൾ പോലുമേ എനിക്കേകിയോനെ സ്തുതി. എല്ലാ അനുഗ്രഹങ്ങളും യാചിക്കാത്ത നന്മകൾ പോലുമേ എനിക്കേകിയോനെ സ്തുതി. നന്ദിയോടെ നന്ദിയോടെ എല്ലാ അനുഗ്രഹങ്ങൾക്കും ദൈവം സ്തുതി പാടി സ്തുതി പാടി പ്രാർത്ഥിക്കുന്നു. എൻ്റെ യേശുനാഥാ. എനിക്കായി നീ ചെയ്തതെല്ലാം എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. സങ്കീർത്തനങ്ങൾ 16:11. അങ്ങയുടെ സന്നിധിയിൽ ആനന്ദത്തിൻ്റെ പൂർണ്ണതയുണ്ട്. അങ്ങയുടെ വലത് കൈയിൽ ശാശ്വതമായ സന്തോഷമുണ്ട്. സ്നേഹമുള്ളവരെ,
നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അധികം സന്തോഷവും ആനന്ദവും നമുക്ക് ലഭിക്കുക ദൈവത്തെ കാണുമ്പോഴാണ്, ദൈവത്തോടൊപ്പം ആയിരിക്കുമ്പോഴാണ്, ദൈവത്തെ അനുഭവിക്കുമ്പോഴാണ്. ലൂക്കാസ് സുവിശേഷകന്റെ സുവിശേഷത്തിൽ 2-ാം അധ്യായത്തിൽ ജെറുസലേമിലെ ശിമയോനെ കുറിച്ച് വചനം നമ്മളെ പഠിപ്പിക്കുന്നു. ശിമയോൻ വളരെ ഭക്തനായ ഒരു വ്യക്തിയായിരുന്നു. രക്ഷകന്റെ വരവും കാത്ത് അവൻ ദേവാലയത്തിൽ വർഷങ്ങളോളം കാത്തിരുന്നു. കുഞ്ഞുണ്ണീശോയുമായി പരിശുദ്ധ കന്യകാമറിയവും യൗസേപ്പിതാവും ദേവാലയത്തിൽ കടന്നു വന്ന നിമിഷം ശിമയോൻ ഈശോയെ കരങ്ങളിലെടുത്തുകൊണ്ട് പറയുന്നുണ്ട്, ഇതാ ദൈവത്തിൻ്റെ വലിയ രക്ഷ എൻ്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു. സ്നേഹമുള്ളവരെ, ഈശോയെ നമുക്ക് കാണണം. ആ ഈശോയെ കാണുകയും അനുഭവിക്കുകയും ചെയ്യുമ്പോഴാണ് ഹൃദയത്തിൽ ഏറ്റവും അധികം ആനന്ദമുണ്ടാവുക. സിക്കമൂർ മരത്തിൽ കുറേയേറെ നിമിഷങ്ങൾ കാത്തിരുന്ന സക്കേവൂസിനെ പോലെ ഈശോയെ ഒരു നിമിഷം കാണുവാൻ നമുക്ക് ഈ നിമിഷം ആഗ്രഹിക്കാം. ഈശോയെ, അങ്ങേ ഒരു നിമിഷം എനിക്ക് കാണണം, ഒരു നിമിഷം അങ്ങയോടൊപ്പം ആയിരിക്കണം, ഒരു നിമിഷം അങ്ങ് നൽകുന്ന ആനന്ദം എനിക്ക് അനുഭവിക്കണം. നാഥ, നിന്നെ കാണാൻ ഞാൻ കാത്തിരിക്കുന്നു. ദൈവത്തെ കാണുവാനായി ആഗ്രഹിക്കാം. സക്കേവൂസ് സിക്കമൂർ മരത്തിൽ കയറി യേശുവിനായി കാത്തിരുന്നത് പോലെ നമ്മുടെ ജീവിതത്തിലും യേശുവിനെ കാണുവാൻ നമുക്ക് കാത്തിരിക്കാം. പ്രാണന്റെ പ്രാണനേശുവേ
മനസ്സ് തളർന്ന് എമ്മാവുസിലേക്ക് യാത്ര പുറപ്പെട്ട ശിഷ്യന്മാർ അവരുടെ കൂടെ അവരോടൊപ്പം ഈശോ നടന്നു. അപ്പം മുറിച്ച് നൽകിയപ്പോൾ അവർ അവനെ തിരിച്ചറിഞ്ഞു. അതേ ഈശോയെ ഒരിക്കൽ കൂടി മനസ്സ് തളരുമ്പോൾ, ജീവിതം മടുക്കുമ്പോൾ നമ്മുടെ കൂടെയുള്ള ഈശോയെ കാണുവാൻ നമുക്ക് ആഗ്രഹിക്കാം. സാന്നിധ്യത്താൽ നീ മാത്രം റോമ 8:31 ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മെ വേർപെടുത്തും? ക്ലേശമോ, ദുരിതമോ, പട്ടിണിയോ, നഗ്നതയോ? എന്നാൽ ഇവയിലെല്ലാം അവൻ മുഖാന്തിരം നമ്മൾ വിജയം വരിച്ചിരിക്കുന്നു. സ്നേഹമുള്ളവരെ, ഈശോയെ കണ്ടുമുട്ടുമ്പോൾ, ഈശോയെ അനുഭവിക്കുമ്പോൾ, ഈശോയോടൊപ്പമായിരിക്കുമ്പോൾ അവനെ കുറച്ചുകൂടി നമ്മൾ സ്നേഹിക്കണം. അവൻ്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് ഈശോയെ സ്നേഹിക്കുമ്പോഴാണ് ജീവിതം കൂടുതൽ ധന്യമാകുന്നത്. ഈശോയുടെ അടുത്തിരിക്കുവാനും ഈശോയെ സ്നേഹിച്ചുകൊണ്ട് അവിടുത്തെ പാദാന്തികത്തിലിരുന്ന മറിയത്തെ പോലെ നമുക്കും ഈശോയ്ക്ക് വേണ്ടി ഒരു പ്രേമഗീതം ആലപിച്ചുകൊണ്ട് അവിടുത്തെ സാന്നിധ്യത്തിൽ അവിടുത്തെ ആരാധിക്കാം. ആരാധന
എൻ യേശുനാഥാ നീ എൻ ജീവനേക്കാളും എൻ പ്രേമഗീതമായി യേശുനാഥ എൻ യേശുനാഥാ നീ എന്റെ ജീവനേക്കാളും എൻ ജീവനേക്കാളും നീ വലിയതാണെനിക്ക് എൻ ജീവനേക്കാളും നീ വലിയതാണെനിക്ക് ജീവിക്കുന്ന ദൈവമേ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. അങ്ങയെ സ്നേഹിച്ച് തുല്യം ചൊല്ലാൻ ആരുമില്ലേ ഈശോ അങ്ങേ പോലെ യേശുവേ തുല്യം ചൊല്ലാൻ ആരുമില്ല. ആരുമില്ലേ അങ്ങേ പോലെ യേശുവേ ജീവനേ സ്വന്തമേ അങ്ങേ മാറിൽ ചായുന്നു ഞാൻ എന്റെ ജീവനെ, ജീവനേ എന്റെ സ്വന്തമേ, സ്വന്തമേ അങ്ങേ മാറിൽ ചായുന്നു ഞാൻ ആരാധന. ആരാധന ജീവിക്കുന്ന ദൈവമേ, ആരാധന അങ്ങയെ സ്നേഹിച്ച് ആരാധിക്കുന്നു. കർത്താവേ, ഈശോയേ, അങ്ങേപ്പോലെ സ്നേഹിച്ചിടാൻ ആവതില്ല ആർക്കുമേ ഈശോ, അങ്ങേപ്പോലെ അങ്ങയുടെ വലിയ സ്നേഹം സ്നേഹിച്ചിടാൻ ആവതില്ല ആർക്കുമേ സ്നേഹമേ എന്റെ ജീവനെ, പ്രേമമേ നിന്നിൽ ഞാനും ചേർന്നിടുന്നു സ്നേഹമേ, സ്നേഹമേ പ്രേമമേ നിന്നിൽ ഞാനും ചേർന്നിടുന്നു ആരാധന കർത്താവേ, ആരാധന ഈശോയേ, ആരാധന 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 സർവ്വം സമർപ്പിച്ച് ആരാധന ഈശോ, ആരാധന സർവ്വം സമർപ്പിച്ച് ആരാധന ആരാധന ഹല്ലേലൂയ, 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 ശാലലമലമല, ഹല്ലേലൂയ, നീയോടെ
കൃപയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. നന്ദിയോടെ ഞാൻ കർത്താവേ, സ്തുതി പാടി. പാടിടും എൻ്റെ യേശുവേ.